വീണ്ടും വാർത്തകളിലേക്ക്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ റീനയെ മാറ്റിയ നടപടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് സർക്കാർ. മേൽക്കോടതിയെ സമീപിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തി. ഡോക്ടർ റീന നൽകിയ ഹർജിയിൽ 2 ആഴ്ചത്തേക്കാണ് സർക്കാർ തീരുമാനം. ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തത്. റീനയെ ഡയറക്ടർ സ്ഥാനത്ത് ഇരുത്തില്ല എന്ന കർശന നിലപാടിലാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അതേസമയം റീനയെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിലെ പിഴവിൽ മന്ത്രിക്കും അതൃപ്തിയുണ്ട്. റോഷിപാൽ തുടരുന്നുണ്ട് നമുക്കൊപ്പം. റോഷി, അപ്പോൾ ഈ ആരോഗ്യമന്ത്രിയായി കെ മുരളീധരൻ വന്നതിന് ശേഷം ഈ ആരോഗ്യവകുപ്പിൽ നിന്നുണ്ടായ പല തിടുക്കപ്പെട്ടുള്ള തീരുമാനങ്ങളും അതിന് പിന്നാലെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള തുടർച്ചയായ തിരിച്ചടികളും അത് വലിയ തരത്തിൽ തന്നെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ആരോഗ്യമന്ത്രിയെയും ആരോഗ്യ വകുപ്പിനെയും. പക്ഷേ തുരപ്പൻ പണി കാണിക്കുന്ന ആരും ഞാൻ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ എൻ്റെ വകുപ്പിൻ്റെ കീഴിൽ ഉണ്ടാവേണ്ടതില്ല, അതിന് ഞാൻ അനുവദിക്കുകയുമില്ല. കർശന നിലപാടിൽ തന്നെ തുടരുകയാണ് അദ്ദേഹം. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും റോഷി? ഋഷിയാസുദ്ദീൻ, ഇന്നലെയാണ് ട്രിബ്യൂണലിൽ നിന്നും വിധി വന്നത്. 2 ആഴ്ചത്തേക്ക് ട്രിബ്യൂണൽ റീനയുടെ നിയമനം അത് മാറ്റിയതിനെതിരെ അത് ആ മുൻ സാഹചര്യം നിലനിർത്താനുള്ള ഉത്തരവ് കൂടിയാണ് വന്നത്. ഇനി അതിനെ ചോദ്യം ചെയ്ത് മേൽക്കോടതിയെ സമീപിക്കുക എന്ന ഒറ്റ വഴി മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ളത്. അത് സർക്കാരിന് വലിയ തിരിച്ചടി കൂടിയാണ്. കാരണം 1 മാസം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ട്രിബ്യൂണലിലേക്ക് ആരോഗ്യ ഡയറക്ടർ റീന എത്തുകയും അതിൽ സർക്കാർ തീരുമാനത്തെ ഖണ്ഡിക്കുന്ന രീതിയിൽ വിധി സമ്പാദിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നലെ തന്നെ നിയമപരിശോധന നടന്നു. ഇന്ന് തന്നെ ഒരുപക്ഷെ ആ കാര്യത്തിൽ തുടർ നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ട്രിബ്യൂണലിൻ്റെ വിധി റദ്ദാക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളായിരിക്കും. ഒരു കാരണവശാലും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ റീനയെ പുനർനിയമനം നടത്താനുള്ള തീരുമാനത്തെ അനുകൂലിക്കുന്നില്ല. പക്ഷേ ട്രിബ്യൂണലിൻ്റെ വിധി അനുസരിക്കാതെ മറ്റു മാർഗങ്ങളില്ല. കാരണം റീന സർക്കാരിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്കുള്ളത്. അതുകൊണ്ടാണ് പരസ്യമായി തന്നെ ഇതൊരു നടപടിയാണ്, സ്ഥാനമാറ്റം മാത്രമല്ല എന്ന സൂചന മന്ത്രി തന്നെ നൽകിയത്. മാത്രവുമല്ല പരസ്യമായി അധിക്ഷേപിച്ചു റീനയെ എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് ഇടയിൽ ഒരു പരാതിയായി തന്നെ ഉയർന്നിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനിയുള്ള നീക്കങ്ങൾ എന്തായിരിക്കുമെന്നതും പ്രധാനമാണ്. ഒരുപക്ഷെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ കൂടി അഭിപ്രായം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തേടുമോ എന്നതും പ്രധാനമാണ്. ഏതായാലും നിയമപരിശോധന പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് തന്നെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനവും അതിൻ്റെ തുടർ നടപടികളും ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.